ചെയ്യുവാൻ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ അഭിലഭിച്ചതിന് ആദ്യമായി നിങ്ങളോട് ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു. ശ്രീനാരായണ കുടുംബത്തിൽ ശ്രീനാരായണ ഗുരുദേവ ഭക്തന്മാരായി ഇവിടെ അംഗീകൃതരാകാനും നിങ്ങൾക്ക് ഭഗവാന്റെ ഉപദേശങ്ങളെ വിധിക്കാനും സാധിച്ചത് പരിപൂർണമായും ഒരു പുതിയ പരിപാലനമായും കാണണമെന്ന് മാത്രമാണ് ഈ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവൻ തന്നെയായിരുന്നു ഭഗവാന്റെ ഉപദേശങ്ങൾ. പരിപാലിക്കുന്ന മതം മാത്രമേ ഇന്ന് എവിടെയും കാണാനുള്ളൂ. ഭഗവാൻ ദൈവാവതാരം ചെയ്തു നമുക്ക് തപസ് ചെയ്ത് ഭഗവാൻ കരുണകളിലേക്ക് ഇറങ്ങി വന്ന് ഭഗവാൻ അവതാരത്തിന് പൗരീകമാക്കി മനുഷ്യരായി കാണാനും തരത്തിൽ പ്രവർത്തിക്കാനും ലോകത്തിൽ മുഴുവൻ സ്നേഹാദരങ്ങളും സന്തോഷവും മഹത്വവും പ്രദാനം ചെയ്യുവാനും ഭഗവാൻ ഉപദേശം നൽകി. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി അയ്യൂർ വെച്ച് പൊതുജനങ്ങൾക്കായി നൽകിയ ഉപദേശം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വത്തിനും സോദരത്വം വാഴുന്ന മാതൃകാസ്ഥാനം ഇത്. സർവ്വരും എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല യുവജനങ്ങളും ഒരൊറ്റ അമ്മയുടെ മക്കളെ പോലെ കഴിയുന്ന ഒരവസ്ഥ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ജാതിഭേദമോ മതഭേദമോ വർഗഭേദമോ പാർട്ടിഭേദമോ അത് യാതൊരു സംസ്കൃതത്തിലുള്ള വാക്കാണ്. മലയാളിയിലുണ്ട് സഹാകന്മാരാകാനല്ല ഭഗവാൻ ഉപദേശിക്കുന്നോ ഒരു അമ്മയുടെ മക്കളായി കഴിയാനാണ് ഉപദേശിക്കുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതില്ലാതെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് മാതൃകാ ക്ഷേത്രമാണെന്നല്ല ഭഗവാൻ ഉപദേശിക്കുന്നോ മാതൃകാ സ്ഥാനമാ ഇത് മാതൃകാസ്ഥാനമാകാ മാതൃകാസ്ഥാനമാണ്. ജാതിഭേദവും മതഭേദവുമില്ലാതെ വളരെയും ഒരേപോലെ കാണുന്ന ഒരമ്മയുടെ മക്കളായി കഴിയുന്ന ഒരു ലോക സ്ഥിതിയാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം. അത് പരീക്ഷമാക്കാൻ നമ്മളുടെ ഓരോരുത്തരും കടമ നിശ്ചിതമാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ ഉപദേശങ്ങളെ അനുസരിച്ച് ജീവിക്കുകയാണ് നമ്മുടെ ജീവിതധർമ്മം, നമ്മുടെ സ്വധർമ്മം. അത് ഈ കഴിഞ്ഞ വർഷം 20 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്ങന്നൂർ ദേശത്ത് ഒരു മത്തായി ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പറയാൻ കാരണം 11ാമത്തെ വയസ്സ് വരെ അതായത് സംസാര ശക്തിയില്ലായിരുന്നു. നമ്മളൊക്കെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. ശ്രീനാരായണ ഗുരുദേവ വിഭാഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചെങ്ങന്നൂർ ദേശത്തെത്തി. ഇന്നത്തെ യൂണിയൻ പ്രസിഡന്റിന്റെ കുടുംബത്തിന് ഭഗവാൻ വിഷമം കൊള്ളുന്നു. മത്തായി ചേട്ടന്റെ അച്ഛനും അമ്മയും ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഭഗവാന്റെ സന്നിധിയിൽ ഒന്ന് പറഞ്ഞു, ഭഗവാൻ ഞങ്ങൾ പല വൈദ്യന്മാരെയും പല ക്ഷേത്രങ്ങളിലും പള്ളികളിലും മറ്റ് പല സ്ഥലങ്ങളിലും വഴിപാടുകളും പല അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞിനെ സംസാരിച്ചെടുത്ത് ആ കുഞ്ഞിനെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, പഴം കഴിക്കൂ. ഇതെന്താണ് പറയുന്നത്? പഴം. ഈ അടുത്ത് നിൽക്കുന്ന ആരാണ്? അപ്പൻ. പറയൂ അപ്പൻ. അമ്മ പറയുന്നുണ്ടല്ലോ പറഞ്ഞോളൂ എന്ന് ഭഗവാൻ കൽപ്പിച്ചു. ആ അനുഗ്രഹവിശേഷം ഈ മരിക്കുന്ന സമയത്ത് വരെ 94 വയസ്സുണ്ടായിരുന്നു ആ മതേജകൻ. അപ്പൊ അദ്ദേഹവുമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. നമ്മുടെ സുഹൃത്തുക്കൾ പോയി ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ അത് വീഡിയോ ക്യാമറയിൽ ഞങ്ങൾ പകർത്തുകയും ചെയ്തു. അതിപ്പോഴും എന്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹം പറയുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ എന്റെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങളുടെ വിശ്വാസക്രമം അനുസരിച്ച് ഒരു ക്ഷേത്രം കണ്ട അവിടെ തലയിട്ട് കഴിച്ച് നമസ്കാരം ചെയ്ത് പ്രാർത്ഥന നടത്തിയിട്ടേ പോവുകയുള്ളൂ. ഇതൊരു അത്ഭുത പ്രവർത്തനമായിട്ടോ മറ്റൊന്നുമായോ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ ചെങ്ങന്നൂർ ദേശത്ത് ചേർത്ത് 6 ക്ഷേത്രങ്ങൾക്കല്ലേ. അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെയുള്ളൊരു വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു? യുഗപുരുഷനായിരുന്നോ? സാമൂഹ്യ വർഷകർത്താവായിരുന്നോ? വിപ്ലവകാരിയായിരുന്നോ? ദാർശനികനായിരുന്നോ? പണ്ഡിതനായിരുന്നോ? വേദാന്തിയായിരുന്നോ? അദ്വൈതിയായിരുന്നോ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. അത്രം ഫലം പോയ